രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് KSUവിൽ നിന്ന് വിട്ടുപോയ ആളുകളുടെ പേരുകൾ നമ്മൾ പുറത്ത് കണ്ടില്ലേ? അവരുടെയൊക്കെ പേരുകൾ നമ്മൾ പറയണോ? നമ്മൾ എത്ര ആളുകളാണ് ഈ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് പോയത്, പ്രവർത്തകർ ആയി നിന്നിട്ട് ഇനി പാർട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയ സ്ത്രീകൾ എത്രയാണ്? ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ? ഇതിനി പോലീസിൽ പരാതിയായിട്ട് എത്തണം. ലാലിനും CPM-ന്റെ വക്താവിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള അമിതമായ ആ സ്നേഹത്തിലും ആശങ്കയിലും ഒക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങൾ നടന്നതിൽ എനിക്ക് അതിലേറെ. നിജേഷ് അരവിന്ദ്, അങ്ങനെ നിങ്ങൾ പരിഹസിക്കരുത്. ഈ പാർട്ടി വ്യത്യാസപ്പെട്ട ഒരു പാർട്ടിയാണെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിനുള്ള അർഹത നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ദുർബലപ്പെടുത്താൻ തന്നെയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ദുർബലരാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചങ്കൂറ്റത്തോടുകൂടി പറയണം, ഞങ്ങൾ വ്യത്യാസമുള്ള ഒരു പാർട്ടിയാണ്, ഞങ്ങൾ CPM-നെ പോലെ അല്ല, ഞങ്ങൾ നടപടിയെടുത്ത് MLA പുറത്താക്കിയിട്ടുണ്ട്, നോക്കൂ അയാൾ ഇനി അതിന് നിയമസഭയ്ക്കകത്തിരിക്കില്ല. സ്ത്രീകൾക്കാണ് ഇവിടെ ഞങ്ങളുടെ പിന്തുണ. ഇരയായി നിൽക്കുന്ന ആ സ്ത്രീക്ക് പരാതി പറയാൻ ഞങ്ങൾ പിന്തുണ കൊടുക്കും. ഞങ്ങളുടെ സ്ത്രീ പ്രവർത്തകർ അവിടേക്ക് പോകുന്നു, അവരെ അന്വേഷിച്ചു പോകുന്നു. നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, പേടിച്ച് മാറിയിരിക്കുകയാണ്. രാഹുൽ പറഞ്ഞിട്ടില്ല ഇതുവരെ, എന്റെ ശബ്ദമല്ല എന്ന് രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ലാൽ വളരെ ലളിതമായി ചിന്തിക്കുക. ഒരു പരാതി അന്തരീക്ഷത്തിൽ ഉയരുമ്പോഴേക്കും ആരാണ് പരാതിക്കാരി, പരാതിയുണ്ടോ എന്നൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി നോക്കിയത്. പ്രഥമ ദൃഷ്ടിയ ഇത് ഈ MLA-ക്ക് പാളിച്ച വന്നിട്ടുണ്ട് എന്ന് കണക്കാക്കിയിട്ട് കോൺഗ്രസ് പാർട്ടിയെ ആദ്യം തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കി. അല്ല, എന്തായാലും അദ്ദേഹം അല്ലല്ലോ ഇപ്പോഴത്തെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്. ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? അദ്ദേഹത്തിനെ മാറ്റിയെന്ന് അദ്ദേഹം ആരും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് ഭാരവാഹികളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ്. മറ്റു പലരും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, റോഡിലിറങ്ങി അദ്ദേഹത്തിന് വേണ്ടി സമരം നടത്തുന്നു. ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. അദ്ദേഹം അല്ല പ്രസിഡന്റ് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക സാർ? ലാലിന് തെറ്റിയതാണ്. നിങ്ങൾ സമരം ചെയ്തത്, ഇപ്പൊ CPM-ന്റെ വക്താവിനോട് പറയാം, സമരം ചെയ്തത് മാറിപ്പോയതാണ്. നിങ്ങൾ രാഹുലിനെതിരെ അല്ല, വടകരയിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വടകരയിൽ 1,10,000 വോട്ടിന് ജയിച്ച ഷാഫി പറമ്പിലിനെ തടയാൻ പോവാ. നടു റോഡിൽ വെച്ച് പട്ടി നായ എന്നൊക്കെ വിളിച്ചാൽ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാവില്ലേ? ലാൽ, സമരം ചെയ്തതാണ് മാറിപ്പോയത്. ഷാഫി അല്ല, ഷാഫി പറമ്പിലോടല്ല. ഷാഫി പറമ്പിൽ പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം എടുത്ത നടപടിയൊന്നും അറിഞ്ഞില്ല. രാഹുലിനെ പുറത്താക്കിയതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് മറുപടിയുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ ഷാഫിക്ക് ആ കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഷാഫി ഈ കാര്യത്തിൽ ഇപ്പോൾ എന്തിനാണ് പാലക്കാട് പോയി ഒരു യോഗം കൂടിയത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും നിഷേധിക്കാൻ മാത്രമേ ആയിട്ടുള്ളൂ. ആ കാര്യത്തിനെതിരെ ഒരു പരാതി കൊടുക്കാനോ, കൊടുത്ത വാർത്ത തെറ്റാണ്, അതുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനൊന്നും അദ്ദേഹം പോയിട്ടില്ല. ഞാൻ അവിടെ വിടുകയാണ് തൽക്കാലം. ഞാൻ വരാം. താങ്കൾ ആവശ്യത്തിൽ കൂടുതൽ ചന്ദ്രേട്ടന്റെ വീട്ടിൽ യോഗം ചേർന്ന് പറഞ്ഞു. അങ്ങനെ യോഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഏതോ ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഷാഫി പറമ്പിലിന്റെ 4 വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത്. ആ ചർച്ചയ്ക്കകത്ത് ഇപ്പൊ ലാൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ആളുകൾ പരാതി രാഹുലിനെതിരെ പറഞ്ഞിട്ടും ഒരു MP ആയ ഷാഫി പറമ്പിൽ, കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണല്ലോ അദ്ദേഹം എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്രയധികം പീഡനം അനുഭവിക്കുന്ന ഒരു പരാതിയുടെ ശബ്ദം കേട്ടിട്ടും ഒന്നും ഞെട്ടാത്തത് എന്തുകൊണ്ടാണ്? മനസ്സിലായില്ല ലാലെ, എന്ത് ഞെട്ടനാ? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങളൊക്കെ വളരെ വേദനാജനകമായ ഒരു നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയേറെ ആസ് എ പൊളിറ്റിക്കൽ ലീഡർ, ആസ് എ ഡിബേറ്റർ, ആസ് എൻ MLA, ആസ് എ പ്രസിഡന്റ്, ഞങ്ങൾക്ക് അങ്ങേയറ്റം രാഹുൽ മാങ്കൂട്ടത്തിലെ കഴിവുകളോട് വലിയ അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം വന്ന സമയത്ത് ഞങ്ങൾക്ക് തള്ളിപ്പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങൾ ആ വിഷയത്തിനെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു പരാതി പുറത്തേക്ക് വന്നു പോയത് കൊണ്ട് തള്ളി പറയാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? ഇതാണ് പേടി. അല്ല, അങ്ങനെയല്ല. അത് ലാലിന് പറയാം. അങ്ങനെ ഒരു പരാതി ലാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, ലാൽ അത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ലാലാണ്. അത് സംശയം വേണ്ട. ഇനി നേരത്തെ പങ്കെടുത്ത CPM-ന്റെ പ്രതി, CPM-ന്റെ വക്താവ് പറഞ്ഞു അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. അത് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. ഇതൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പോലീസുകാർ അന്വേഷിക്കുന്ന രീതിയിലാണോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ഈ കാര്യങ്ങളെ കാണേണ്ടത്? ആളുകൾ രാഷ്ട്രീയ പാർട്ടിയെ വെറുത്തു പോകുന്നത് ഈ പോലീസിനെ പോലെ പെരുമാറരുത്. അതുകൊണ്ടാണ് പോലീസുകാർ അങ്ങനെ പെരുമാറുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്.
ലാൽ ഒരു കാര്യം മനസ്സിലാക്കോ, ഞാൻ ഈ പരാതി കേൾക്കുന്നത് ആ സഹോദരിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ സമയത്ത് മാത്രമാണ്. ഞാൻ കേട്ടിട്ടില്ല, അതിനു മുമ്പ് കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട്. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന്റെ രാഹുലിന്റെ അതേ ഭാരവാഹിത്വത്തിൽ ആ കമ്മിറ്റികളിലൊക്കെ ഇരുന്നിട്ടുള്ള മറ്റു സ്ത്രീകളൊക്കെ അങ്ങനെയല്ല ആ ഗ്രൂപ്പുകളിലൊക്കെ പരാതികളായി പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവരൊക്കെ പലരോടും പരാതി പറഞ്ഞിട്ട് കേൾക്കാത്തവരാണ്. ഷാഫിയോട് പരാതി പറഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്. എന്റെ അറിവല്ലേ എനിക്ക് പങ്കുവെക്കാൻ പറ്റൂ. ഇപ്പം നേരത്തെ CPM വക്താവ് പറഞ്ഞു അദ്ദേഹത്തിന് നേരത്തെ അറിയാമെന്ന്. എന്തിനാ അദ്ദേഹം അത് ഒളിച്ചു വെക്കുന്നത്? അദ്ദേഹം ഒളിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം അത് പുറത്തു പറയട്ടെ. അദ്ദേഹം CPM വക്താവല്ലേ? അല്ല, ഇതൊക്കെ ആരൊക്കെ പറയുന്നു, ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു എന്നതൊക്കെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ സ്ത്രീകൾക്കൊപ്പം നിന്ന് അവർക്കൊരു ശക്തി കിട്ടാനും ധൈര്യം കിട്ടാനുമുള്ള നടപടികൾ എടുക്കാൻ ഇപ്പോഴും നിങ്ങൾ ആരും തയ്യാറല്ല. അതാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നതും. കോൺഗ്രസ് പാർട്ടി അപ്പോൾ ആര് പറയുന്നതാണ് കേൾക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതാണ് കേൾക്കുന്നത് എന്നാണ് നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ഞാൻ ഷാനിബിനോട് കൂടി ചോദിക്കട്ടെ. ഷാനിബ് ഞാൻ വരാം, ഞാൻ അങ്ങയിലേക്ക് വരാം. നമുക്ക് മാത്രം സംസാരിച്ചാൽ പോരല്ലോ. ഞാൻ വരാം, നിജേഷ് അരവിന്ദ്, ഞാൻ താങ്കളിലേക്ക് വരാം.